കണ്ണേറ് ബാധിച്ച് കുടുംബങ്ങളും സമ്പത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് ബാധിച്ചത് സിഹറാണ്, അതല്ലെങ്കിൽ കണ്ണേറാണ് എന്നൊക്കെ. എന്നാൽ അത് അനുഭവിക്കുന്ന സമയം വരെ അത് ഒരു അന്ധവിശ്വാസവും കെട്ടുകഥകളും മാത്രമാണെങ്കിൽ അതങ്ങ് അനുഭവിച്ചു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഭയാനകരമായ ഭവിഷ്യത്തിനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. മാരകമായ സിഹറുകളും ഐനുകളും ബാധിച്ച് മാരകമായ കണ്ണേറ് ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത, അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിനെ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ മുസ്ലിമിൽ അത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. കണ്ണേറ് ബാധിച്ചു കഴിഞ്ഞാൽ ആദ്യമായി നമ്മൾ 7 ഫാത്തിഹ നമ്മുടെ മജ്ലിസിൻ്റെ മശായിഖന്മാരിലേക്ക് പാരായണം ചെയ്യണം. അതിൻ്റെ ശേഷമായി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്ത ഈ ദിക്റിനെ നമ്മൾ ഒരു 101 തവണയെങ്കിലും ചൊല്ലിയിട്ട് കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുകയും നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അത് ഒരൽപ്പം കലർത്തിക്കൊണ്ട് ആ വെള്ളം ചേർത്ത് നമ്മൾ കുളിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കണ്ണേറുകളും ബാത്തിലാക്കി തരുമാറാകട്ടെ. നമ്മൾ ചൊല്ലേണ്ട ദിക്റ് ബിസ്മില്ലാഹി യുബരീക വമിൻ കുല്ലി ദാഇൻ യശ്ഫീക വമിൻ കുല്ലി ഹാസിദിൻ ഇദാ ഹസദ് വമിൻ ശർരി കുല്ലി ദീ ഐൻ. ഈ ദിക്റിനെയാണ് 101 തവണ നമ്മൾ ചൊല്ലേണ്ടത്.